ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൽ ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അതായത് എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ, അതുപോലെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് അറിയാം ഇൻഡസ്ട്രി എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് ചോദിച്ചാൽ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഓർ ട്രേഡ് യൂണിയൻ ഈസ് കോൾഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതായത് എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ എംപ്ലോയറും ട്രേഡ് യൂണിയനും തമ്മിലുള്ള റിലേഷൻ, ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആകുന്നത്, അതാണ് പറയാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അതിവിടെ നമുക്കൊരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് നെസസറിയാണ്. അതിപ്പം വർക്കേഴ്സിനെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനാണെങ്കിലും ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനാണെങ്കിലും ഒക്കെ അവിടെ ഒരു സമാധാനപരമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഈസ് നെസസറി ഫോർ ബോത്ത് എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ് ടു സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് ബോത്ത് ദ പാർട്ടീസ് ഓഫ് ദി പ്രൊഡക്ഷൻ. ഓക്കെ, ഈ പ്രൊഡക്ഷനിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള, അതിപ്പോൾ വർക്കേഴ്സ് ആയിക്കോട്ടെ, ആ ഒരു ഇൻഡസ്ട്രീൻ്റെ എംപ്ലോയർ ആയിക്കോട്ടെ, അപ്പോൾ ഇവരുടെയൊക്കെ ഇൻട്രസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ, ഫുൾഫില്ല് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള, ഒരു സന്തോഷകരമായിട്ടുള്ളൊരു സമാധാനപരമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് അത്യാവശ്യമാണ്. അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് അത്യാവശ്യമാണ്. In order to maintain good relationship with the employees, the main functions of every organization is to avoid any dispute with them or settle it as early as possible so as to ensure industrial peace and higher productivity. അതായത് അത്തരത്തിലെ എംപ്ലോയീസുമായിട്ടൊരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷൻ നന്നായിട്ട് വർക്ക് ചെയ്ത് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഒരു പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്ത് പോകണമെങ്കിൽ അവിടെ ഒരു നല്ല റിലേഷൻഷിപ്പ് വേണം എംപ്ലോയീസും എംപ്ലോയറും ആയിട്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു നല്ല റിലേഷൻഷിപ്പ് എംപ്ലോയീസുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എല്ലാ ഓർഗനൈസേഷനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഡിസ്പ്യൂട്ട് ഒഴിവാക്കാം, മാക്സിമം തർക്കങ്ങൾ, വഴക്കുകളൊക്കെ ഓർഗനൈസേഷനുള്ളിൽ ഉണ്ടാകുന്നത് ഒഴിവാക്കാം. ഇനി അങ്ങനെ ഒരു വഴക്ക് ഉണ്ടായാൽ തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാക്സിമം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, അത് സോൾവ് ചെയ്യാം. അതൊരിക്കലും എന്തിനെ ബാധിക്കാൻ പാടില്ല, ഇൻഡസ്ട്രിയൽ പീസിനെ, ആ ഇൻഡസ്ട്രീൻ്റെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തെ, അവിടുത്തെ വർക്കിങ്ങിനെ അല്ലെ പ്രൊഡക്ടിവിറ്റിനെ ഒന്നും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ആ തർക്കങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുക, മാക്സിമം അത് ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ആശയവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ തമ്മിൽ റിലേഷൻഷിപ്പാണ്? എംപ്ലോയറും എംപ്ലോയിയും, അല്ലെങ്കിൽ എംപ്ലോയറും ട്രേഡ് യൂണിയനും, ഈ രണ്ട് പാർട്ടീസ് ഉള്ളപ്പോഴാണ് ആ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ കൂടുതൽ അർത്ഥവത്താകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബന്ധത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, എംപ്ലോയറും എംപ്ലോയീസും തമ്മിൽ, അല്ലെങ്കിൽ ട്രേഡ് യൂണിയനും എംപ്ലോയറും തമ്മിലൊക്കെ ഒരു ഇൻഡസ്ട്രീൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. മാക്സിമം തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് രണ്ട് ആൾക്കാരുടെയും, അതായത് എംപ്ലോയീസിൻ്റെ ആണെങ്കിലും എംപ്ലോയറിൻ്റെ ആണെങ്കിലും നീഡ്സിനെ, അല്ലെങ്കിൽ അവരുടെ ഗോള് അച്ചീവ് ചെയ്യുന്ന, നല്ല രീതിയിൽ അച്ചീവ് ചെയ്യുക. അത് എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലല്ല പോകുന്നതെങ്കിൽ, എംപ്ലോയറും എംപ്ലോയീസും തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലല്ല പോകുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റീനെ ബാധിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷനാണ്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ചില ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ടു സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് ലേബർ ആൻഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, അതായത് എംപ്ലോയീസിൻ്റെ, ലേബർ മീൻസ് എംപ്ലോയീസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റിനെ നമ്മൾ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എങ്ങനെയാണ് ഇവരുടെ ഇൻട്രസ്റ്റിനെ സേഫ് ഗാർഡ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിനെ കണക്കിലെടുക്കുന്നത് എങ്ങനെയാണ്? അതായത് ഇവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ഷനിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ പ്രൊഡക്ഷനുമായി കൺസേൺഡ് ആയിട്ടുള്ള എല്ലാ സെക്ഷനിലും അല്ലെങ്കിൽ എല്ലാവരിലും ഒരു നല്ലൊരു ഗുഡ് വില്ല് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അവരെല്ലാം നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ലേബറിൻ്റെയും അതുപോലെ മാനേജ്മെൻറ്റിൻ്റെയും ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സേഫ് ഗാർഡ് ചെയ്യുക എന്നതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. ഇത്രയേ ഉള്ളൂ. അതായത് എംപ്ലോയീസിൻ്റെയും അതുപോലെ തന്നെ ആ ഇൻഡസ്ട്രീൻ്റെ അല്ലെ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും താല്പര്യങ്ങളെ ഒരുപോലെ പരിഗണിക്കുന്നു. എങ്ങനെ അവരെല്ലാം തമ്മിൽ എന്ത് ചെയ്യുക, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പര ധാരണ ഉണ്ടാക്കിക്കൊണ്ട്, അതുപോലെ പരസ്പരം ഒരു നല്ലൊരു ഗുഡ് വില്ല് ക്രിയേറ്റ് ചെയ്തുകൊണ്ടൊക്കെ രണ്ട് പേരുടെയും താല്പര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു അവോയ്ഡ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡെവലപ്പ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനിങ് പറഞ്ഞപ്പോൾ. അതായത് മാക്സിമം ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കുക, തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് എങ്ങനെയുള്ള റിലേഷൻ, ഹാർമോണിയസ് ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ടാക്കുക. ഇതാണ് മറ്റൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. കാരണം ഹാർമോണിയസ് ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ സമാധാനപരമായ ഒരു വർക്കിങ്ങിന് അത്യാവശ്യമാണ്. ഓക്കെ, അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു എൻഹാൻസ് ഹയർ പ്രൊഡക്ടിവിറ്റി ബൈ ലെസനിങ് ദ ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസ്. അതായത് ഹയർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക, അതാണ് മറ്റൊരു ലക്ഷ്യം. സ്വാഭാവികമായിട്ട് സമാധാനപരമായിട്ടുള്ള എൻവയോൺമെൻറ്റ് ഓർഗനൈസേഷനുള്ളിൽ ഉണ്ടാകുമ്പോൾ എംപ്ലോയറും എംപ്ലോയീസൊക്കെ തമ്മിൽ പരസ്പര ധാരണയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ അത് ബാധിക്കില്ല, ഹയർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറിച്ചാകുമ്പോഴാണ് അവിടെ പ്രൊഡക്ടിവിറ്റി കുറയാനും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് നല്ലൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാകുന്നത് മൂലം നമുക്ക് ഹയർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ സാധിക്കും. എസ്പെഷ്യലി അതെങ്ങനെയാണ്, നമുക്ക് എംപ്ലോയീസിന് ടേൺ ഓവർ കുറച്ചുകൊണ്ടും അതുപോലെ ആബ്സെൻറ്റീസും കുറച്ചുകൊണ്ടൊക്കെ. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് തമ്മിലൊന്നും തീരെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അപ്പോൾ എംപ്ലോയീസ് തീരെ ഓർഗനൈസേഷനോട് അല്ലെങ്കിൽ ഇൻഡസ്ട്രീനോട് കമ്മിറ്റഡ് ആയിരിക്കില്ല. അപ്പോൾ അവർ മാക്സിമം ആബ്സെൻ്റ് ആകും, തീരെ ജോലിക്ക് വരാത്ത അവസ്ഥകളുണ്ടാവും. അതുപോലെ തന്നെ ടേൺ ഓവേഴ്സ് ഉണ്ടാവാം, അതായത് ഓർഗനൈസേഷൻ വിട്ട് വർക്കേഴ്സ് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. ഇതൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ മാക്സിമം കുറച്ചുകൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നതാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന കൺസെപ്റ്റിൻ്റെ ലക്ഷ്യം. അടുത്ത് ടു എസ്റ്റാബ്ലിഷ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ബേസ്ഡ് ഓൺ ലേബർ പാർട്ട്ണർഷിപ്പ് ഇൻ ദ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ഓഫ് മാനേജ്മെൻറ്റ് ഡിസിഷൻസ്. അത് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ക്രിയേറ്റ് ചെയ്യുന്നത്? അതായത് വർക്കേഴ്സിനെയും കൂടെ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. അതായത് മാനേജ്മെൻറ്റ് മാത്രം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുകയും ചെയ്യുകയുമല്ല, അവിടെ വർക്കേഴ്സിന് ഒരു പ്ലേസ് കൊടുക്കുന്നുണ്ട്. വർക്കേഴ്സിനും കൂടെ മാനേജ്മെൻറ്റ് ഡിസിഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അവർക്ക് അവരുടെ സജഷൻസ് പറയാനും അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ പ്രോഫിറ്റിനനുസരിച്ചിട്ടുള്ള ഷെയർ കിട്ടാനും അതിനനുസരിച്ചിട്ടുള്ള നല്ലൊരു വേജ് കിട്ടാനും ഒക്കെയുള്ള അർഹത ആർക്കുണ്ട്? വർക്കേഴ്സിനുണ്ട്. അപ്പോൾ വർക്കേഴ്സിനെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു എലിമിനേറ്റ് സ്ട്രൈക്ക്, ലോക്കൗട്ട്സ്, ഗെറാവ്സ് ബൈ പ്രൊവൈഡിങ് റീസണബിൾ വേജസ്, ഇംപ്രൂവ്ഡ് ലിവിങ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്. അതായത് നമ്മൾ പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുക എന്നതാണ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അവിടെ സ്ട്രൈക്കും ലോക്കൗട്ടും ഗെറാവ്സൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് സ്ട്രൈക്ക് വിളിക്കും, നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അതുപോലെ തന്നെ എംപ്ലോയറിനെ തടഞ്ഞു വെക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം, അല്ലെങ്കിൽ പണി നിർത്തി വെക്കേണ്ടി വരുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടാകാം. എംപ്ലോയറും എംപ്ലോയീസൊക്കെ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലല്ല പോകുന്നതെങ്കിൽ.
ഓക്കെ, അപ്പോൾ ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക. എങ്ങനെ ഇതൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റുക? എംപ്ലോയീസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, വർക്കേഴ്സിനെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് തോന്നുക. അപ്പോൾ റീസണബിൾ ആയിട്ടുള്ള വേജസ് അവർക്ക് കൊടുക്കുക, നല്ല ലിവിങ് കണ്ടീഷൻസ് കൊടുക്കുക, നല്ല വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കുക. ഇങ്ങനെ അവരെയും കൂടെ അവരുടെ ഇൻട്രസ്റ്റിനെയും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള സ്ട്രൈക്കും ലോക്കൗട്ട്സൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത് ഇത് തന്നെയാണ്, ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് വർക്കേഴ്സിൻ്റെ എക്കണോമിക് കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ, അതുപോലെ എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്